നമസ്കാരം. ജാതക കഥകളിലെ 81ാമത്തെ കഥ ബുദ്ധിയുള്ള ചങ്ങാതി. വാരണാസിയിൽ ധനികനായ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ അവശനും ദരിദ്രനുമായ ഒരാൾ അദ്ദേഹത്തെ കാണാനെത്തി. പട്ടിണി കിടന്ന് എല്ലും തോലും മാത്രമായ അയാളെ വ്യാപാരിക്ക് മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു, "നിങ്ങൾ ആരാണ്? എന്തു വേണം?" "അങ്ങേക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ കാലകർണിയാണ്, അങ്ങയുടെ ബാല്യകാല സുഹൃത്ത്." അത് കേട്ടപ്പോൾ വ്യാപാരിക്ക് ആളെ പിടികിട്ടി. അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, "അയ്യോ കാലകർണി, തനിക്കെന്തു പറ്റി? ഒരുപാട് അവശനായല്ലോ. എന്താ കാര്യം?" "എൻ്റെ കാലക്കേട് തന്നെ, അല്ലാതെ എന്തു പറയാൻ. എൻ്റെ പേര് കേൾക്കുന്നത് തന്നെ അപശകുനമാണെന്നാണ് എല്ലാവരും പറയുന്നത്" എന്നായി കാലകർണി. ഒരുപാട് കാലത്തിന് ശേഷം ബാല്യകാല സുഹൃത്തിനെ കണ്ട വ്യാപാരി ഏറെ സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, "ചങ്ങാതി, നീ ഇനി എങ്ങും പോകണ്ട, എന്നോടൊപ്പം ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി." കാലകർണിക്ക് അതിലത്ര താല്പര്യം തോന്നിയില്ല. എങ്കിലും വ്യാപാരിയുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ അവിടെ താമസമാക്കി. കച്ചവട കാര്യങ്ങളിൽ വ്യാപാരിയെ സഹായിക്കാനും തുടങ്ങി. വ്യാപാരിക്ക് കാലകർണിയെ വലിയ വിശ്വാസമാണ്. പണമിടപാടുകളിൽ പോലും കാലകർണിയെ കൂടി ബന്ധപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ വ്യാപാരത്തിലെ പങ്കുകാരായ മറ്റ് സുഹൃത്തുക്കൾക്ക് അതിഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, "ചങ്ങാതി, എവിടെ നിന്നോ വന്നു കയറിയ ഈ അപരിചിതനെ നിങ്ങൾ ഇത്രയേറെ വിശ്വസിക്കുന്നത് നന്നല്ല. എപ്പോഴാണ് ഇവൻ ചതിച്ചിട്ട് പോകുന്നതെന്ന് അറിയില്ല. അവൻ്റെ പേര് തന്നെ കുഴപ്പം പിടിച്ചതാണ്." പക്ഷെ വ്യാപാരി അത് വകവച്ചില്ല. അയാൾ പറഞ്ഞു, "അവൻ അപരിചിതനൊന്നുമല്ല. ചെറുപ്പം മുതലേ എൻ്റെ കൂട്ടുകാരനാണ്. എനിക്കവനെ നല്ലവണ്ണം അറിയാം. പിന്നെ ഈ അപശകുനത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല." കാലകർണി ആ വീട്ടിലെ ഒരംഗത്തെ പോലെയായി. അയാൾ ഏറെ വിശ്വസ്തയോടെ വ്യാപാരിയെ സഹായിച്ചു പോന്നു. കുറച്ചു കാലം കഴിഞ്ഞു. വ്യാപാരിയുടെ ഒരു ബന്ധുവിൻ്റെ വിവാഹം അടുത്ത നഗരത്തിലാണ്. അദ്ദേഹം കുടുംബസമേതം വിവാഹത്തിന് പോകാനൊരുങ്ങി. അതറിഞ്ഞപ്പോൾ വ്യാപാരിയുടെ ഒരു സുഹൃത്തു ചോദിച്ചു, "നിങ്ങൾ ഈ വീട് ആരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്? കള്ളന്മാരുടെ ശല്യമുള്ള സമയമാണേ." അപ്പോൾ വ്യാപാരി പറഞ്ഞു, "വീട് നോക്കാൻ കാലകർണിയുണ്ടല്ലോ." അത് കേട്ടപ്പോൾ സുഹൃത്ത് പറഞ്ഞു, "നല്ല കാര്യമായി. അത് കള്ളനെ കപ്പലേൽപ്പിക്കുന്നത് പോലെയാണേ. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അവനെയും കാണില്ല, വീട്ടിലുള്ള സാധനങ്ങളും കാണില്ല. നോക്കിക്കോ." "ഏയ്, അങ്ങനെയൊന്നുമല്ല. കാലകർണി വിശ്വസ്തനാണ്, അവനെല്ലാം നോക്കിക്കോളും" എന്ന് പറഞ്ഞ് വ്യാപാരി സുഹൃത്തിനെ മടക്കി. അദ്ദേഹവും കുടുംബവും വിവാഹത്തിന് പോകാനൊരുങ്ങി. താക്കോലുകളെല്ലാം കാലകർണിയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, "ചങ്ങാതി, ഞങ്ങൾ എന്നാൽ ഇറങ്ങട്ടെ. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. എല്ലാം നോക്കിക്കൊള്ളണം." "ഞാനെല്ലാം നോക്കിക്കൊള്ളാം, അങ്ങ് സന്തോഷമായി പോകണം." കാലകർണി പറഞ്ഞു. ഈ സംഭാഷണം കേട്ടുകൊണ്ട് മതിലിനു പുറത്ത് കള്ളന്മാർ നിൽപ്പുണ്ടായിരുന്നു. വ്യാപാരി പോയിക്കഴിഞ്ഞപ്പോൾ അതിലൊരുവൻ പറഞ്ഞു, "കേട്ടില്ലേ കൂട്ടരെ, മുതലാളി വീടെല്ലാം അടച്ചുപൂട്ടി എവിടെയോ പോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞേ വരൂവെന്ന്." "അത് കൊള്ളാം, നമുക്കിന്ന് തന്നെ ഈ വീട് കൊള്ളയടിക്കാം." "ഇത് തന്നെ നല്ല അവസരം," മറ്റൊരാൾ പറഞ്ഞു. മതിലിനുള്ളിൽ നിന്നിരുന്ന കാലകർണി ഇത് കേട്ടു. അയാൾ ആകെ പരിഭ്രമിച്ചു. അയാൾ ആലോചിച്ചു, ഇന്ന് ഈ വീട്ടിൽ കള്ളൻ കടന്നാൽ താൻ ചതിച്ചുവെന്നേ ആളുകൾ പറയൂ. അതൊഴിവാക്കാൻ എന്താണ് വഴി? ഇവിടെയാണെങ്കിൽ കള്ളന്മാരെ നേരിടാനുള്ള തടിമിടുക്കുള്ള ആരുമില്ല. ആകെപ്പാടെ ഉള്ളത് വയസ്സന്മാരായ 3-4 വേലക്കാരാണ്. എന്നാലും ഒരു തന്ത്രം പ്രയോഗിച്ചു നോക്കാം." സന്ധ്യയായി. കാലകർണി എല്ലാ മുറികളിലും വിളക്ക് തെളിക്കാൻ വേലക്കാരോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അയാൾ അവരെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് ഒരാളുടെ കയ്യിൽ ഒരു ചെണ്ട കൊടുത്തു, മറ്റൊരാളുടെ കയ്യിൽ ചേങ്ങില, പിന്നൊരാളുടെ കയ്യിൽ കൈമണി. എന്നിട്ട് പറഞ്ഞു, "ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് താളവും മേളവും പാട്ടും കൂത്തും ഒക്കെയായി കഴിയണം. എല്ലാവരും പാട്ടുപാടുകയും ഒച്ച വയ്ക്കുകയും വേണം." "ഇയാൾ എന്ത് ഭ്രാന്താണ് പറയുന്നത്?" എന്ന് അവർ അത്ഭുതപ്പെട്ടു. എങ്കിലും അയാൾ മുതലാളിയുടെ വിശ്വസ്തനാണ്, അനുസരിച്ചില്ലെങ്കിൽ അപകടമാണ് എന്ന് അവർ ഓർത്തു. എല്ലാവരും താളമടിക്കാനും പാടാനും ഒച്ച വയ്ക്കാനും ഒക്കെ തുടങ്ങി. കൊള്ളക്കാർ രാത്രിയായപ്പോൾ ആയുധവുമായി വ്യാപാരിയുടെ വീടിനടുത്തെത്തി. അവർ നോക്കിയപ്പോൾ എല്ലാ മുറികളിലും പ്രകാശം. അകത്ത് വലിയ പാട്ടും കൂത്തും നടക്കുന്നതിൻ്റെ ഒച്ചയും ബഹളവും. അത് കേട്ടവർ പേടിച്ചു. അതിലൊരാൾ ചോദിച്ചു, "മുതലാളി യാത്ര പോയെന്ന് പറഞ്ഞിട്ട്?"
ഇപ്പോൾ ഇവിടെ വലിയ ഒച്ചയും ബഹളവുമാണല്ലോ, എന്താ കാര്യം? അപ്പോൾ മറ്റേയാൾ പറഞ്ഞു, ഒരുപക്ഷെ അയാൾ തിരിച്ചു വന്നിട്ടുണ്ടാവും. അകത്തൊരുപാട് ആളുകളുണ്ടെന്ന് തോന്നുന്നു. ഇന്നേതായാലും ഇവിടെ കയറണ്ട. അപ്പോഴേക്കും അകത്ത് ബഹളം മുറുകി. കൊള്ളക്കാർ പേടിച്ച് ആയുധങ്ങളെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് ഓടി മറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വ്യാപാരിയുടെ സുഹൃത്തുക്കൾ വിചാരിച്ചു, ഇന്നലെ നമ്മുടെ കൂട്ടുകാരൻ സ്ഥലത്തില്ലായിരുന്നു. ആ കാലകർണി വീടെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് കടന്നിട്ടുണ്ടാവും. എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം. വ്യാപാരികൾ ഓരോരുത്തരായി വന്നു നോക്കിയപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് ആയുധങ്ങൾ കിടക്കുന്നു. പുറത്ത് ആളനക്കം കേട്ട് കാലകർണി പുറത്തേക്കിറങ്ങി വന്നു. അവർ ചോദിച്ചു, കാലകർണി, എന്താണിത്? ഒരുപാട് ആയുധങ്ങൾ കിടക്കുന്നല്ലോ. ഇന്നലെ കൊള്ളക്കാർ ഇവിടെ കവർച്ച നടത്താൻ വന്നു. പക്ഷേ ഞങ്ങൾ വീട്ടിനകത്ത് നിന്ന് വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കി. അത് കേട്ട് അവർ പേടിച്ച് ആയുധങ്ങളെല്ലാം ഇട്ടിട്ട് ഓടിപ്പോയി. ഇതറിഞ്ഞപ്പോൾ അവർക്ക് കാലകർണിയെക്കുറിച്ച് മതിപ്പായി. ഒരാഴ്ച കഴിഞ്ഞ് വ്യാപാരി മടങ്ങി വന്നു. അപ്പോൾ അയാളുടെ സുഹൃത്തുക്കൾ ഓടി വന്ന് നടന്ന കഥയെല്ലാം അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, കാലകർണിയെപ്പോലെ വിശ്വസ്തനും ബുദ്ധിമാനുമായ ഒരു ചങ്ങാതി ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ ധനം നഷ്ടപ്പെട്ടില്ല. ഇത് കേട്ട് വ്യാപാരി വളരെ സന്തോഷിച്ചു. നന്ദി.